നമസ്കാരം. മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച എന്ന നിലയിൽ സന്ധിയെ അടിസ്ഥാനമാക്കി ചെയ്തിട്ടുള്ള പിരിച്ചെഴുതുക, ചേർത്തെഴുതുക തുടങ്ങിയ ഭാഗങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും മലയാള സന്ധിയിലെ 4 സന്ധികൾ, ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി എന്നിവ ഉദാഹരണങ്ങളാക്കിയാണ് പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്ന ചോദ്യങ്ങൾ ചെയ്തത്. ഇതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസ്കൃത സന്ധിയെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത്. സംസ്കൃത സന്ധിയെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷയിൽ വരാറുണ്ട്. ചോദ്യങ്ങളിലേക്ക് വരാം. സംസ്കൃത സന്ധിയിൽ നമ്മൾ ആദ്യത്തേത് സ്വരസന്ധിയാണ്. സ്വരസന്ധിയിൽ പറയുന്നത് ഹ്രസ്വമോ ദീർഘമോ ആയ ഒരേ സ്വരങ്ങൾ തമ്മിൽ ചേർന്നാൽ ദീർഘിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആദ്യത്തെ ആ എന്നുള്ള വിഭാഗത്തിൽ വരുന്ന ആ എന്ന സ്വരം വെച്ച് വരുന്ന അത് ഹ്രസ്വമോ ദീർഘമോ ആവാം. അപ്പോൾ ഹ്രസ്വമോ ദീർഘമോ ആയ ആ അധികം ആ എന്ന് വരുമ്പോൾ അത് ആ എന്ന ദീർഘിച്ച ഇതിലേക്കാണ് വരുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ വരുന്നത്. ആദ്യത്തെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് കണ്ഠ അധികം ആഭരണം. ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. കണ്ഠ അധികം ആഭരണം. അവിടെ കണ്ഠ എന്ന് പറയുമ്പോൾ ഒരു ഹ്രസ്വമായ ആയും ആഭരണം എന്നുള്ളതിനടുത്ത് ദീർഘമായ ആയുമാണ് വരുന്നത്. അപ്പോൾ അവിടെ ആ അധികം ആ എന്ന് വരും. അതിൽ ഉത്തരം വരുമ്പോൾ അത് കണ്ഠാഭരണം എന്നാണ് വരുന്നത്. കണ്ഠാഭരണം. അപ്പോൾ അത് ദീർഘിക്കുകയാണ് ചെയ്യുന്നത്. 2 ആ ചേരുമ്പോൾ അത് ദീർഘിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് സീത അധികം അനുജ്ഞ. സീത എന്ന് പറയുമ്പോൾ ആ ത എന്നുള്ളത് ആ എന്നതിൻ്റെ ദീർഘമാണ്. ആയുടെ ദീർഘ രൂപമാണത്. അനുജ്ഞ എന്നുള്ളിടത്ത് ആയുടെ ഹ്രസ്വ രൂപമാണത്. അപ്പോൾ അവിടെ ആ എന്ന ആയുടെ ദീർഘവും ആയുടെ ഹ്രസ്വവും കൂടി തമ്മിൽ ചേരുമ്പോൾ അവിടെ അത് ദീർഘിക്കുകയാണ് സീതാനുജ്ഞ. താഴെ പ്രഭാങ്കുരം. അവിടെ അതുപോലെ തന്നെയാണ്. പ്രഭ എന്ന് പറയുമ്പോൾ അവിടെ ദീർഘമായ ആയാണ്. അങ്കുരം എന്ന് പറയുമ്പോൾ ഹ്രസ്വമായ ആയാണ് അവിടെ. അപ്പോൾ ചേരുമ്പോൾ ദീർഘിക്കുന്നു. പ്രഭാങ്കുരം. കമലാലയം. ആലയം ത്തിൻ്റെ ആ കമല എന്ന് പറയുമ്പോഴും അവിടെയും ദീർഘമായ ആയാണ് വരുന്നത് ആലയത്തിന്. അപ്പോൾ 2 സ്ഥലത്തും 2 പദങ്ങളുടെയും ദീർഘമായിട്ടുള്ള ആയാണ് വരുന്നത്. അവിടെയും ദീർഘിക്കുകയാണ് ചെയ്യുന്നത്. കമലാലയം. നര അധിപൻ. നര എന്ന് പറയുമ്പോൾ അവിടെ ആ ഹ്രസ്വം വരുന്നു. അധിപൻ്റെയും ആ ഹ്രസ്വമാണ്. ഇവിടെയും നരാധിപൻ ദീർഘിക്കുന്നു. വിദ്യ അഭ്യാസം. വിദ്യ എന്ന് പറയുമ്പോൾ അവിടെ ഹ്രസ്വമായ ആ വരുന്നു. അഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ ഹ്രസ്വമായ ആ വരുന്നു. ഇവിടെ ആ എന്നത് ദീർഘിക്കുന്നു. വിദ്യ അഭ്യാസം, വിദ്യാഭ്യാസം. ഗജ ആനനം. ഗജ ഹ്രസ്വമായ ആയാണ്. ആ ദീർഘമായ ആയാണ് അവിടെ ഗജാനനം എന്ന് വരുന്നു. ഇവിടുത്തെ നിയമം ഓർത്തിരിക്കുക. ഹ്രസ്വമോ ദീർഘമോ ആയ ഒരേ സ്വരങ്ങൾ തമ്മിൽ ചേർന്നാൽ ദീർഘിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് ഇവിടെ നമ്മൾ ആ യുടെ കൂടെ ഇത് ദീർഘമോ ഹ്രസ്വമായിട്ടുള്ള ആ ചേരുമ്പോൾ, അല്ലെങ്കിൽ ദീർഘമായ ആയുടെ കൂടെ ഹ്രസ്വമോ ദീർഘമായ ചേരുമ്പോഴുള്ള ആ സന്ധിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഈയിലേക്ക് വരാം. മറ്റൊരു സ്വരമായിട്ടുള്ള ഈയിലേക്ക് വരാം. ഈയിലേക്ക് വരുമ്പോൾ മുനീന്ദ്രൻ പിരിച്ചെഴുതുക എന്നുള്ളതാണ്. മുനി പ്ലസ് ഇന്ദ്രൻ. അപ്പം മുനി എന്ന് പറയുമ്പോൾ അവിടെ ഈയുടെ ഹ്രസ്വരൂപമുണ്ട്. ഇന്ദ്രൻ എന്നുള്ളിടത്ത് അവിടെ ഈയുടെ ഹ്രസ്വരൂപമാണ്. രണ്ടും കൂടി ചേർന്ന് നേരത്തെ കണ്ട പോലെ തന്നെ ദീർഘിക്കുകയാണ് ചെയ്യുന്നത്. മുനി അധികം ഇന്ദ്രൻ, മുനീന്ദ്രൻ. കവി അധികം ഈശൻ, കവീശൻ. അവിടെ കവിയുടെ ഹ്രസ്വമായ ഈയും ഈശൻ്റെ ദീർഘമായ ഈയും കൂടി ചേർന്ന് കവീശൻ എന്നാകുന്നു. നാരി അധികം ഇച്ഛ. നാരി അധികം ഇച്ഛ. നാരി എന്ന് പറയുന്നിടത്ത് ആ പദത്തിൽ ഈയുടെ ഹ്രസ്വമായ രൂപമുണ്ട്. ഇച്ഛ എന്ന് പറയുന്നിടത്ത് ഈയുടെ ഹ്രസ്വമായ രൂപമുണ്ട്. അവ രണ്ടും കൂടി ചേർന്ന് നാരീച്ഛ എന്ന് വരുന്നു. മുക്തി ഇച്ഛ. നേരത്തെ പദം പോലെ തന്നെയാണ്. 2 ഹ്രസ്വമായ ഈ തമ്മിൽ ചേരുന്നു. മുക്തീച്ഛ എന്ന് വരുന്നു. ലക്ഷ്മി ഈശൻ. ഇവിടെ 2 ദീർഘരൂപങ്ങളാണ്. ഈയുടെ 2 ദീർഘരൂപങ്ങളാണ് വരുന്നത്. ലക്ഷ്മി എന്ന് പറയുമ്പോഴും ദീർഘിക്കുന്നുണ്ട്, ഈശൻ എന്ന് പറയുമ്പോഴും ദീർഘിക്കുന്നുണ്ട്. ലക്ഷ്മീശൻ എന്നവിടെ ദീർഘിച്ചു വരുന്നു. കരീന്ദ്രൻ പിരിക്കുമ്പോൾ കരി അധികം ഇന്ദ്രൻ. കരി എന്നുള്ളിടത്ത് ദീർഘം ഹ്രസ്വമാണ്. ഇന്ദ്രൻ എന്നുള്ളിടത്തും ഹ്രസ്വമാണ്. അപ്പോൾ 2 ഈയുടെ 2 ഹ്രസ്വരൂപങ്ങൾ തമ്മിൽ ചേർന്നുകൊണ്ട് ഈ എന്നവിടെ ദീർഘിച്ച് വരുന്നു. കരീന്ദ്രൻ എന്ന് വരുന്നു.
ഇനി ഊ വെച്ച് വരുന്നതാണ് സ്വരസന്ധിയാണ് ഊ വെച്ച് വരുന്നതും അതുപോലെ തന്നെയാണ് ഗുരു ഉപദേശമാണ്. ഗുരു ഉപദേശം എന്ന് പറയുമ്പോൾ ഊയുടെ ഹ്രസ്വരൂപങ്ങൾ രണ്ടെണ്ണമാണ് വരുന്നത്. അത് രണ്ടും കൂടി ചേർന്ന് ഗുരൂപദേശം എന്ന് വരുന്നു. വധു ഉദരം, വധു ഉദരം, വധു ഊയുടെ ഹ്രസ്വരൂപമാണ്, ഉദരം എന്നുള്ളതും ഹ്രസ്വരൂപമാണ്, രണ്ടും കൂടി ചേർന്ന് ദീർഘരൂപത്തിലേക്ക് വരുമ്പോൾ വധൂധരം. അതുപോലെ തനൂർദ്ധഭാഗം എന്നാകുമ്പോൾ അവിടെ തനു അധികം ഊർദ്ധഭാഗമാണ്. അവിടെ തനു എന്നുള്ളിടത്ത് ഊടെ ഹ്രസ്വരൂപം വരുന്നു, ഊർദ്ധഭാഗം എന്നുള്ളിടത്ത് അതിൻ്റെ ദീർഘരൂപം വരുന്നു, രണ്ടും കൂടി ചേർന്ന് തനൂർദ്ധഭാഗം എന്ന് വരുന്നു. വധുദ്വാഹം പിരിക്കുമ്പോൾ വധു അധികം ഉദ്വാഹം എന്നാണ്. ഉദ്വാഹം എന്ന് പറഞ്ഞാൽ വിവാഹം എന്നർത്ഥം. ഉദ്വാഹം വിവാഹം. അപ്പോൾ വധു എന്നിടത്ത് ഊ എന്ന സ്വരത്തിൻ്റെ ഹ്രസ്വ രൂപമുണ്ട്, ഉദ്വാഹത്തിലും ഹ്രസ്വരൂപമാണ്. രണ്ട് ഹ്രസ്വരൂപങ്ങളും കൂടി ചേർന്ന് ദീർഘിക്കുമ്പോൾ വധുദ്വാഹം എന്ന് വരുന്നു. ഭാനു ഉക്തി, രണ്ടിടത്തും ഊ എന്ന സ്വരത്തിൻ്റെ ഹ്രസ്വ രൂപങ്ങളാണ്, രണ്ട് ഹ്രസ്വരൂപങ്ങളും കൂടി ചേർന്ന് ദീർഘിക്കുന്നു, അങ്ങനെ ഭാനൂക്തി എന്ന് വരുന്നു. തിരു അധികം ഊർ, ഇവിടെ തിരു എന്നിടത്ത് ഊവിൻ്റെ ഹ്രസ്വരൂപവും ഊർ എന്നുള്ളിടത്ത് അതിൻ്റെ ദീർഘരൂപമാണ്, രണ്ടും കൂടി ചേർന്ന് തിരൂർ എന്നാകുന്നു. ഇനി വരുന്നത് ഗുണസന്ധിയാണ്. ഗുണസന്ധിയുടെ പ്രത്യേകത, സ്വരസന്ധിയിൽ നമ്മൾ കണ്ടത് ഹ്രസ്വമോ ദീർഘമോ ആയ രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേർന്നാൽ, ഒരേ സ്വരങ്ങൾ തമ്മിൽ ചേർന്നാൽ അത് ദീർഘിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആയും ഈയും കൂടി ചേരുമ്പോൾ എ ആയിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. ആ അധികം ഈ എ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ വ്യത്യസ്തമായ രണ്ട് സ്വരങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്രസ്വമോ ദീർഘമോ ആവാം. ഇവിടെ ഒരു ഫോർമുല പോലെ ഓർത്തു വെക്കാവുന്നതാണ്. ആ അധികം ഈ അവിടെ എ എന്നാവും, അവിടെ ആന്നോ ഈന്നോ ഏതും ആവാം ഇത് വരുന്നത്. ഉദാഹരണത്തിലേക്ക് പോവാം. നൃപേന്ദ്രൻ പിരിച്ചെഴുതിക്കഴിഞ്ഞാൽ നൃപ അധികം ഇന്ദ്രൻ, നൃപേന്ദ്രൻ, നൃപ അധികം ഇന്ദ്രൻ, നൃപേന്ദ്രൻ. ഇവിടെ നൃപ എന്ന് പറയുമ്പോൾ ആയുടെ ഹ്രസ്വരൂപമുണ്ട്, ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈയുടെ ഹ്രസ്വരൂപമുണ്ട്, രണ്ടും കൂടി ചേരുമ്പോൾ ആ അധികം ഈന്ന് ചേരുമ്പോൾ എ എന്നാവുന്നു. അങ്ങനെയാണത് നൃപേന്ദ്രൻ എന്നാവുന്നു, നൃപേന്ദ്രൻ എന്നാവുന്നു. രമേച്ഛ പിരിക്കുമ്പോൾ രമാ അധികം ഇച്ഛ, അവിടെ ദീർഘമായ ആയും ഹ്രസ്വമായി ഈയും കൂടി ചേർന്ന് എ എന്ന് തന്നെ ആവുന്നു, അവിടെ രമേച്ഛ. നരേശ്വരൻ പിരിക്കുമ്പോൾ നര അധികം ഈശ്വരൻ എന്നാണ്. അവിടെ നര എന്ന് പറയുമ്പോൾ ആയുടെ ഹ്രസ്വരൂപമുണ്ട്, ഈശ്വരനിൽ ഈയുടെ ദീർഘരൂപമുണ്ട്, രണ്ടും കൂടി ചേർന്ന് എ എന്നാകുന്നു. രമേശൻ, രമാ ഈശൻ, ആയുടെ ഹ്രസ്വരൂപവും ആയുടെ ദീർഘരൂപവും ഈയുടെ ദീർഘരൂപമാണ്, രണ്ടും ദീർഘരൂപങ്ങൾ തന്നെയാണ്. അവിടെ രമേശൻ എന്ന് വരുന്നു. രാഗേന്ദു പൗർണമി എന്നർത്ഥത്തിൽ വരുന്നതാണ്. രാഗ അധികം ഇന്ദു, ആയുടെ ദീർഘരൂപവും ഈയുടെ ഹ്രസ്വരൂപവുമാണ് വരുന്നത്. അവിടെ എ എന്ന് തന്നെയാണ് വരുന്നത്, രാഗേന്ദു. പരമ അധികം ഈശ്വരൻ, ആയുടെ ഹ്രസ്വരൂപമുണ്ട്, ഈയുടെ ദീർഘരൂപമുണ്ട്, രണ്ടും കൂടി ചേർന്ന് പരമേശ്വരൻ എന്ന് വരുന്നു. നയന അധികം ഇന്ദ്രിയം, നയന അധികം ഇന്ദ്രിയം, അവിടെ ആയുടെ ഹ്രസ്വരൂപവും ഈയുടെ ഹ്രസ്വരൂപവുമാണ്, രണ്ടും കൂടി ചേർന്ന് എയുടെ ദീർഘരൂപം നയനേന്ദ്രിയം എന്ന് വരുന്നു. ഇവിടെ ഒരു പ്രധാന വ്യത്യാസം നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത്, ആദേശസന്ധിയിൽ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരികയാണ്. ഇവിടെ രണ്ട് വർണ്ണങ്ങൾ അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ട് അതിന് പകരം ഒന്നാണ് വരുന്നത്. അതാണ് ഒരു പ്രകടമായൊരു വ്യത്യാസം ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ആയും ഈയും തമ്മിൽ എ ആവുന്നു. ഇവിടെ ഇനി ആയും ഊയും തമ്മിൽ ചേരുമ്പോൾ ഓ എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ അധികം ഊ ഓയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഗുണസന്ധി തന്നെയാണ്. സന്ധിയുടെ പേര് ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ചില ക്ലാസ്സിൽ കുട്ടികൾ ചോദിക്കാറുണ്ട് ഇത് ഏത് വിഭാഗത്തിൽ വരുന്ന സന്ധിയാണെന്ന് ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ സന്ധിയുടെ പേര് അവിടെ എഴുതിയിരിക്കുന്നത്. സന്ധിയുടെ പേര് ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി നമുക്ക് നോക്കാം. സൂര്യോദയം പിരിച്ചെഴുതി കഴിഞ്ഞാൽ സൂര്യ അധികം ഉദയം. സൂര്യ എന്ന് പറയുമ്പോൾ അവിടെ ആയുണ്ട്, ഉദയത്തിന് ഊ ഉണ്ട്, അപ്പോൾ ആ ഊ ഓയായിട്ട് മാറും, സൂര്യോദയം. കഥോക്തം, കഥ അധികം ഉക്തം, ആ എന്ന ദീർഘവും ഊ എന്ന ഹ്രസ്വവും കൂടി ചേർന്ന് ഓ ആയിട്ട് മാറിയാണ് കഥോക്തം. തഥോർധ്വം, തഥോർധ്വം എന്നുള്ളത് തഥാ ഊർ, ഇവിടെ രണ്ടിടത്തും ഊർധ്വം, ഇവിടെ രണ്ടിടത്തും ദീർഘരൂപങ്ങൾ തന്നെയാണ് വരുന്നത്. ഓണോത്സവം, ഓണ അധികം ഉത്സവം, രണ്ടിടത്തും ഹ്രസ്വരൂപങ്ങൾ തന്നെയാണ് വരുന്നത്. ആയുടെ ഹ്രസ്വരൂപവും ഊടെ ഹ്രസ്വരൂപമാണ് വരുന്നത്. അപ്പം അങ്ങനെ ഓണോത്സവമായിട്ട് അത് മാറിയാണ്. അതുപോലെ കാവ്യോപകരണം, കാവ്യ ആ വരുന്നു, ഊ ഉപകരണത്തിൽ ഊ വരുന്നു, രണ്ടും കൂടി ചേർന്ന് കാവ്യോപകരണം ഓയായിട്ട് മാറുന്നു. പരോപകാരം വരുമ്പോൾ പര അധികം ഉപകാരം, പര എന്ന് വരുമ്പോൾ ആയുടെ
ഹ്രസ്വരൂപവും ഉപകാരത്തിൽ വരുമ്പോൾ ഊവിൻ്റെ ഹ്രസ്വരൂപം വരുന്നു. രണ്ടും കൂടി ചേർന്ന് ഓ എന്ന ദീർഘരൂപം വരുന്നു. പരോപകാരം എന്ന് വരെയാണ്. ഈ വിഭാഗത്തിൽ ധാരാളം പദങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ പറയുന്ന ധാരാളം പദങ്ങൾ ഈ ആ അധികം ഉ എന്നുള്ള ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും. ജലോത്സവം, ജല അധികം ഉത്സവം, ജലോത്സവം. ഗ്രാമോത്സവം, ഗ്രാമ അധികം ഉത്സവം, ഗ്രാമോത്സവം. പഠനോത്സവം, പഠന അധികം ഉത്സവം, പഠനോത്സവം. പുഷ്പോത്സവം, പുഷ്പ അധികം ഉത്സവം, പുഷ്പോത്സവം. നവ അധികം ഊഢ, നവോഢ. ചന്ദ്ര അധികം ഉദയം, ചന്ദ്രോദയം. രഥ അധികം ഉത്സവം, രഥോത്സവം. ഗാന അധികം ഉത്സവം, ഗാനോത്സവം. യുവജന അധികം ഉത്സവം, യുവജനോത്സവം. അങ്ങനെ ഒരുപാട് പദങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ പറയുന്ന പദങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു വിഭാഗത്തിലേക്ക് വരാം. ഗുണസന്ധിയിൽ തന്നെ ആ അധികം ഋ വരുമ്പോൾ അർ ആയിട്ട് മാറണത്. ഇവിടെ മഹർഷി തിരിച്ചെഴുതാൻ പറഞ്ഞാൽ മഹാ അധികം ഋഷി. അപ്പോൾ ആ ദീർഘരൂപവും ഋ ഹ്രസ്വരൂപവും വരെയാണ് അവിടെ. മഹാ ഋഷി. ദേവർഷി, ദേവ അധികം ഋഷി, ദേവർഷി. രാജർഷി, രാജ അധികം ഋഷി, രാജർഷി. വസന്തർത്തു, വസന്ത അധികം ഋതു, വസന്തഋതു. വസന്ത അധികം ഋതു, വസന്തർത്തു. സപ്തർഷി, സപ്ത അധികം ഋഷി, സപ്തർഷി. ഇവിടെ ആയും ഋയും ചേർന്ന് അറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് ഗുണസന്ധിയിൽ തന്നെ മറ്റൊരു വിഭാഗമാണ്. പിന്നെ അടുത്തത് വൃദ്ധിസന്ധിയാണ്. വൃദ്ധിസന്ധിയിൽ ആ എയുടെ കൂടെയോ ഐയുടെ കൂടെയോ ചേർന്നാൽ ഐ ആയിട്ട് മാറും. അങ്ങനെ പറയുകയാണെങ്കിൽ ആ പ്ലസ് എ ഐ അല്ലെങ്കിൽ ആ പ്ലസ് ഐ ചേർന്നാലും ഐ ആയിട്ട് മാറും. ഇവിടെ നോക്കാം. തവൈകം എന്നത് പിരിച്ചെഴുതണമെങ്കിൽ, തവൈകം എന്ന് പിരിച്ചെഴുതണമെങ്കിൽ തവ അധികം ഏകം. അപ്പോൾ തവ എന്ന് പറയുമ്പോൾ അവിടെ ആയാണ് വരുന്നത്. ആ വരുന്നു. ഏകം എന്നുള്ളിടത്ത് എയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ആയും എയും ചേർന്ന് ഐ ആവുമ്പോൾ അവിടെ തവ അധികം ഏകം, തവൈകം. സീത അധികം ഐശ്വര്യം, സീത. സീത എന്ന് പറയുമ്പോൾ ആ എന്നാണ് വരുന്നത്. അത് അതിൻ്റെ കൂടെ ചേരുന്നത് ഐശ്വര്യമാണ്. അപ്പോൾ അവിടെ ആ അതിൻ്റെ കൂടെ ഐ ചേരുമ്പോൾ ആ അധികം ഐ എന്നുള്ളത് അവിടെ ഐ തന്നെയായിട്ട് മാറുകയാണ്. അങ്ങനെ സീത ഐശ്വര്യം എന്നുള്ളത് സീതൈശ്വര്യം എന്ന് മാറുന്നു. സദൈവ പിരിക്കുമ്പോൾ സദാ ഏവ. സദാ എന്ന് പറയുമ്പോൾ അവിടെ ആ വരുന്നു. ഏവ എന്ന് പറയുമ്പോൾ എ വരുന്നു. അവിടെ ആയും എയും ആണ് ചേരുന്നത്. അവിടെയും ഐ വരുന്നു. ജനൈക്യം, ജനൈക്യം പിരിക്കുമ്പോൾ ജന അധികം ഐക്യം, ജനൈക്യം. ജന എന്ന് പറയുമ്പോൾ അവിടെ ആ വരുന്നു. ഐക്യം എന്ന് പറയുമ്പോൾ ഐ വരുന്നു. അപ്പോൾ അവിടെ ആയും ഐയും ചേർന്ന് ഐ ആണ് ജനൈക്യം. ലോക ഏകം, ലോക എന്ന് പറയുമ്പോൾ അവിടെ ആ വരുന്നു. ഏകം എന്ന് പറയുമ്പോൾ അവിടെ എ വരുന്നു. രണ്ടും ചേരുമ്പോൾ ഐ വരുന്നു. ലോക അധികം ഏകം, ലോകൈകം. പ്രജൈശ്വര്യം, പ്രജൈശ്വര്യം പിരിക്കുമ്പോൾ പ്രജാ അധികം ഐശ്വര്യം, പ്രജാ അധികം ഐശ്വര്യം. ആ എന്ന് വരുന്നു, ഐ എന്ന് വരുന്നു. രണ്ടും കൂടി ചേർന്നവിടെ ഐ തന്നെ വരുന്നു. പ്രജൈശ്വര്യം എന്ന് വരുന്നു. ലോകൈക ശില്പി പിരിക്കാൻ പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നൊരു ചോദ്യമാണത്. ലോക ഏക ശില്പി, ലോക അധികം ഏകശില്പി. ലോക എന്ന് പറയുമ്പോൾ അവിടെ ആ വരുന്നു. ഏകശില്പി എന്നുള്ളിടത്ത് എ വരുന്നു. ആ പ്ലസ് എ അവനെ ഐ ആയിട്ട് മാറുന്നു. അങ്ങനെ അവിടെ ലോകൈക ശില്പി എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്തത് വൃദ്ധിസന്ധി തന്നെ മറ്റൊരു വിഭാഗമാണ് വരുന്നത്. ആയും ഓയും കൂടി ചേർന്ന ഔവാകും. അതുപോലെ തന്നെ ആയും ഔവും കൂടി ചേർന്നാലും ഔവായിട്ട് മാറും. അപ്പോൾ ആ പ്ലസ് ഓ ഔ, ആ പ്ലസ് ഔ എന്നുള്ളത് ഔ ആയിട്ട് മാറുകയാണ് അവിടെ. ജനൗഘം, ജന, ജന എന്ന് പറയുമ്പോൾ അവിടെ ആയാണ് വരുന്നത്. ഓഘം എന്ന് പറയുമ്പോൾ ഓ വരുന്നുണ്ട്. അപ്പം അത് ഔവായിട്ട് മാറുമ്പോൾ ജനൗഘം. തവൗഷധം, തവ അധികം ഔഷധം. അവിടെ തവ എന്ന് പറയുമ്പോൾ ആയുണ്ട്. ഔഷധം എന്ന് പറയുമ്പോൾ ഔവുണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ ഔവായിട്ട് മാറുന്നു. തവൗഷധം. വന അധികം ഓഘം, വന അധികം ഓഘം, ഓഘം ഒഴുക്ക്. വന അധികം ഓഘം. വന എന്ന് പറയുമ്പോൾ അവിടെ ആയുണ്ട്. ഓഘം എന്ന് പറയുമ്പോൾ ഓയുണ്ട്. വനൗഘം, വന ഔവായിട്ട് മാറുന്നു. ബാല ഔഷധം, ബാല എന്ന് പറയുമ്പോൾ ആയുണ്ട്. ഔഷധത്തിൻ്റെ ഔവുണ്ട്. അപ്പം അങ്ങനെ ബാലൗഷധം. ഇതെല്ലാം ഇത് തമ്മിൽ ചേരുന്നതിൻ്റെ നമ്മൾ ആയും ഓയും അല്ലെങ്കിൽ ആയും ഔവും തമ്മിൽ ചേരുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി വരുന്നതാണ് യൺസന്ധി. സംസ്കൃത സന്ധിയിൽ തന്നെ മറ്റൊരു വിഭാഗമാണ് യൺസന്ധി. യൺസന്ധിയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ധാരാളം പദങ്ങൾ വരാറുണ്ട്. ഇപ്പം ഇവിടെ പിരിച്ചെഴുതാന്ന് പറയുമ്പോൾ പദ്യാജ്ഞ, പദ്യാജ്ഞ. പതി അധികം
ആജ്ഞയാണ്. അപ്പോൾ അവിടെ ഈ ചില പദങ്ങൾക്ക് ഈ കടന്നു വരുന്നു, ചിലയിടത്ത് വു വരുന്നു, ചിലയിടത്ത് ര് വരുന്നു. ഇതെല്ലാം സംസ്കൃതത്തിൽ ഓരോ വ്യഞ്ജനങ്ങൾ തമ്മിൽ, വ്യഞ്ജനങ്ങൾ സ്വരങ്ങൾ തമ്മിൽ ചേരുന്ന ഓരോ നിയമപ്രകാരമാണ് വരുന്നത്. ഇവിടെ പത്തി പ്ലസ് ആജ്ഞ എന്ന് പറയുമ്പോൾ അവിടെ ഈ കടന്നു വന്നിട്ടത് പത്യാജ്ഞ എന്ന് വരുന്നു. പ്രതി പ്ലസ് ഉപകാരം എന്നുള്ള അവിടെ ഈ കടന്നു വരുന്നു. അങ്ങനെ അത് പ്രത്യുപകാരം എന്ന് വരുന്നു. ഇത് വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ പദത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രതി പ്ലസ് ഏകം പ്രത്യേകം, അതി പ്ലസ് ആഗ്രഹം അത്യാഗ്രഹം, അതി പ്ലസ് അധികം അത്യധികം. ഇതെല്ലാം ഈ കടന്നു വരുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതി പ്ലസ് ഉഗ്രം അത്യുഗ്രം, അതി പ്ലസ് അല്പം അത്യല്പം, അതി പ്ലസ് ഉത്സാഹം അത്യുത്സാഹം. മറ്റേതൊക്കെ അടുത്ത് വരുന്നത് നദി അധികം ഓഘം നദ്യോഗം. അവിടെയൊക്കെ ഈ കടന്നു പറയുന്നത് നദി അധികം ഓഘം നദ്യോഗം. ഗുരുവാജ്ഞ അത് പിരിക്കുമ്പോൾ ഗുരു ആജ്ഞയാണ്. അവിടെ വു കടന്നു വരുന്നതിൻ്റെ ഉദാഹരണമാണ്. ഗുരു അധികം ആജ്ഞ, അവിടെ ഗുരുവാജ്ഞ എന്നാണ് വരുന്നത്. ഗുരു അധികം ആജ്ഞ ഗുരുവാജ്ഞ എന്ന് വരും. അവിടെ മറ്റൊരു പദം വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നത് അണു അധികം ആയുധം. അണു അധികം ആയുധം അണുവായുധം എന്ന് വരും. അണുവായുധം അവിടെയും അവു കടന്നു വരുന്നതാണ്. അതിനുശേഷം പറഞ്ഞാൽ പിതൃർത്ഥം. അവിടെ പിതൃർത്ഥം അവിടെ ര് കടന്നു വരുന്നതാണ്. പിതൃ അധികം അർത്ഥം അവിടെ പിതൃർത്ഥം എന്ന് വരുന്നു. മാതൃ അധികം ആജ്ഞ മാതൃാജ്ഞ എന്ന് വരുന്നു. അതിപ്രസാന്ത അത്യന്തം പറഞ്ഞതാണ് നേരത്തെ. മനു അധികം അന്തരം മനു അത് വു വരുന്നതാണ്. അവിടെ അത്യന്തത്തിന് യു വരും, മന്വന്തരത്തിന് വു മന്വന്തരം വു വരുന്നതാണ് അവിടെ. അപ്പോൾ അവിടെ യു വു ചേർന്ന് വരുന്ന ചില ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വ്യഞ്ജനസന്ധിയാണ്. ഇതിലെ പല ചോദ്യങ്ങളും അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. വ്യഞ്ജനസന്ധിയിൽ വാക് അധികം ഈശ്വരൻ വാഗീശ്വരൻ, വാക് അധികം ദേവി വാഗ്ദേവി, ദിഗ് അധികം നാഗം ദിഗ്നാഗം, വാക് അധികം മാധുര്യം വാക്മാധുര്യം, ചിത് അധികം മയം ചിന്മയം, അപ് അധികം മയം അമ്മയം. അവിടെ പാന്നുള്ളത് മായായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്കൃത സന്ധിയിലെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് വരുന്നത്. ഏതെങ്കിലും നിയമങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അത് ഏതാണ് നിയമം അനുസരിച്ചാണ് വന്നിട്ടുള്ളത് അതിനകത്തത് വിശദമാക്കാം. സാധാരണഗതിയിൽ തിരിച്ചെഴുത്താണ് ചോദിക്കാറുള്ളത്. ചിലത് ഏത് സന്ധിയിൽ നിന്ന് ചോദിച്ചുകൊണ്ട് മാത്രം സന്ധിയുടെ പേര് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഏത് നിയമപ്രകാരം ഇങ്ങനെ സംഭവിക്കുന്നത് താല്പര്യമുള്ളവർ അങ്ങനെ അറിയാൻ ചില ക്ലാസ്സുകളിൽ ഉള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചാലും അത് അതിൻ്റെ വിശദീകരണം അതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ വരുന്നതാണ് അടുത്തതിലേക്ക് വരാം മനസ്സ് അധികം ശക്തി. അത് മനഃശക്തിയാണ്. മനസ്സ് അധികം ശക്തി മനഃശക്തിയാണ് വരുന്നത്. വിദ്യുത് അധികം ശക്തി വിദ്യുത് ശക്തി. അവിടെ തായും ചായും പോയിട്ട് രണ്ട് ചായ വരാനാണ് അവിടെ ചെയ്യുന്നത്. ഇത് പരീക്ഷയ്ക്കുണ്ടായിരുന്നതാണ്. ഉത്ത് അധികം ലംഘനം ഉല്ലംഘനം. അവിടെ താ പോയിട്ട് ലായായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വിരാട് രൂപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ചിത് ആനന്ദ ചിദാനന്ദയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അബ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ബായായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സുഹൃത്ത് ലാഭമായിട്ട് താലായായിട്ട് മാറുന്നു. ദിഗ്ഹസ്തി അവിടെ ദിഗ്ഹസ്തി എന്നുള്ള ദിഗ്ഹസ്തി മേഘത്തിൻ്റെ കായായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ത്വക് അധികം രോഗം ത്വഗ്രോഗം എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വിസർഗസന്ധിയിൽ വരുന്നതാണ് മനഹാധികം ശക്തി. അത് മനഃശക്തി. അത് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നിൽ വിസർഗം നിലനിർത്തിക്കൊണ്ട് എഴുതാം. അപ്പോൾ അവിടെ രണ്ടും കൂടി ചേരുമ്പോൾ വിസർഗം നിലനിർത്തണമെങ്കിൽ അവിടെ അങ്ങനെ തന്നെ എഴുതാം. വിസർഗം ഒഴിവാക്കണമെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ഷ അല്ലെങ്കിൽ അതുപോലെ ഏതാണ് വരുന്നത് വെച്ചാൽ അതൊന്നും കൂടി അത് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് ചില വ്യഞ്ജനങ്ങൾ മാത്രമേ ഇരട്ടിക്കുള്ളൂ. ഇവിടെ ഷ ഇരട്ടിക്കുന്ന ഒരു ഇത് വരുന്നതാണത്. അതുപോലെ അന്തസത്ത വരണമെങ്കിൽ അവിടെ അന്തസത്ത അത് അതുപോലെ തന്നെ എഴുതാം. വിസർഗം നിലനിർത്തിക്കൊണ്ട് എഴുതാം. വിസർഗം ഒഴിവായി കഴിഞ്ഞാൽ അവിടെ വിസർഗത്തിന് പകരം സാ തന്നെ വരുന്നതാണ്. അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മനപ്പാടം അങ്ങനെ തന്നെയാണ് വരുന്നത്. അവിടെ അതിൽ വിസർഗം ഒഴിവാക്കിയല്ല വിസർഗം ചേർത്ത് തന്നെയാണ് അത് എഴുതുന്നത്. അന്ധക്കരണം എന്നുള്ളിടത്ത് അന്ധക്കരണം ചേരുമ്പോൾ അതുപോലെ തന്നെയാണ് വരുന്നത്. അധപതനം വരുമ്പോഴും അതുപോലെ തന്നെയാണ് വരുന്നത്. അവിടെ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് ചില വ്യഞ്ജനങ്ങൾ വരുമ്പോഴാണ് അവിടെ ആ വ്യത്യാസം വരുന്നത്. ചിലയിൽ അത് വ്യത്യാസം വരുന്നില്ല, അതുപോലെ തന്നെ നിൽക്കുന്നു. ചിലയിടത്ത് അത് ഇരട്ടിക്കാം, വിസർഗം മാറ്റിക്കൊണ്ട് ഇരട്ടിക്കാം. ചിലയിടത്ത് വിസർഗം നിലനിർത്തണം. അതിന് ഓരോ നിയമങ്ങൾ അനുസരിച്ചാണ് വരുന്നത്. മനസ്സ് കാഠിന്യം മനഃകാഠിന്യം, തപസ് ഫലം അവിടെ ആ സു പോയിട്ട് അവിടെ വിസർഗം കടന്നു വരികയാണ് ചെയ്യുന്നത്. വിസർഗത്തിൻ്റെ സ്വര്
അധികം രാജ്യം, സ്വരാജ്യം. അവിടെ ഒരു രേഫം പോയിട്ട് അവിടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്വരം ദീർഘിച്ച് വരുന്നൊരു നിയമമാണത്. നിരന്തരം, നീരന്തരം, നിരസം, നീരസം. അതിൻ്റെ താഴെയുള്ളത് മറ്റൊരു നിയമമാണത്. ആ വിസർഗമൊക്കെ ഷ് ആയിട്ട് മാറിയാണ്. നിഷ്ഫലം, ദുഷ്കൃത്യം, ആവിഷ്കാരം, ചതുഷ്കോണം, അത് വേറൊരു നിയമമാണ് വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച എന്ന നിലയിൽ സംസ്കൃത സന്ധിയിലെ പ്രധാനപ്പെട്ട ചില വിഭാഗങ്ങളാണ്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള സന്ധികൾ അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്ന അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൽ വരുന്ന മാറ്റങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.